ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്നൊരു പ്ലം കേക്കിൻ്റെ മിക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഇത് നമുക്ക് കേക്കിന് നമ്മൾ ക്രിസ്മസ് ഒക്കെയാണല്ലോ വരുന്നത്, അപ്പോൾ കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു മിക്സാണിത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് മുമ്പ് സോക്ക് ചെയ്ത് വെക്കാമല്ലോ. ഇത് റമ്മിലോ വൈനിലോ ഒന്നുമല്ല സോക്ക് ചെയ്യണ, സാധാ നമ്മുടെ ഓറഞ്ച് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസിൽ മിക്സ് ചെയ്യണതാണ്. ഇപ്പം ഞാനിതിൽ കാണിക്കുന്ന ഒരു 16 കിലോൻ്റെ ക്വാണ്ടിറ്റിയാണ്. കാരണം ഞങ്ങളുടെ റെസിഡൻസിൽ കേക്ക് കൊടുക്കാറുണ്ട് ക്രിസ്മസിൻ്റെ തലേദിവസമായിട്ട്. അപ്പോൾ അതിന് ഒരു 32 കേക്കാണ് വേണ്ടത്. അപ്പോൾ അതിനുള്ള ക്വാണ്ടിറ്റിയാണ് ഞാനിതിൽ പറയണത്. അപ്പോൾ 1 കിലോൻ്റെ ഉള്ള ക്വാണ്ടിറ്റി ഇപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി മതിയായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുക. എല്ലാവർക്കും ചെയ്യാൻ പറ്റണ രീതിയാണ്, സിമ്പിളുമാണ്. അപ്പോൾ എന്തായാലും കണ്ട് നോക്കുക കേട്ടോ. കണ്ടാൽ മാത്രം പോരെ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങണ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര ഇപ്പം നമ്മൾ ആദ്യം ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല. ആദ്യം പഞ്ചസാരയും പിന്നെ അതേപോലെ ഓറഞ്ച് ജ്യൂസൊക്കെ മിക്സ് ചെയ്യും. അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസൊക്കെ ഓൺ ചെയ്യുള്ളൂ. അതേപോലെ നട്ട്സ് എല്ലാം ഒരു 1.5 കിലോ വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം. ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ഇവിടെ 4 കപ്പാണ്. 250 കപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് 4 കപ്പാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇപ്പം ഞാൻ ഗ്യാസൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ്, അപ്പോൾ ഞാൻ ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസാണ് എടുക്കണത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഫ്രഷ് ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഞാനൊരു 5 കപ്പ് ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചെറുനാരങ്ങ പിഴിഞ്ഞതാണ്. അപ്പോൾ ഇതൊരു 3/4 ഗ്ലാസ് ചെറുനാരങ്ങയുണ്ട്. കുരു ഇല്ലാണ്ട് എടുക്കണം. അതേപോലെ ഓറഞ്ചായാലും അരിക്കണമെങ്കിൽ അരിച്ചെടുക്കുക, അതൊക്കെ നമ്മുടെ ഇഷ്ടം. ഞാൻ പക്ഷേ അരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഇനി നമുക്ക് ജാം ഇട്ട് കൊടുക്കണം. ഒരു ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഒരു ഇതേപോലത്തെ ഒരു ഇതിപ്പോൾ എന്തോരാന്ന് പറയുക, 200 ഗ്രാമാട്ടെ. 200 ഗ്രാമിൻ്റെയും പിന്നെ ഒരു പകുതിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ജാം ഇട്ട് കൊടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പ്ലം കേക്കിന്. അപ്പോൾ അതും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 200ൻ്റെ ഈ ഒരു ബോട്ടിലും പിന്നെ ഇതിൻ്റെ പകുതിയും കൂടി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഇളക്കാൻ എളുപ്പത്തിനാണ് വലിയൊരു പാത്രം എടുത്തത്. പിന്നെ നമ്മളെ എന്താ പറയുക, നട്ട്സും സാധനങ്ങളൊക്കെ ഇതിലാണ് സോക്ക് ചെയ്ത് വെക്കണത്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. നമ്മുടെ റെസിഡൻസിലേക്ക് ആകുമ്പോൾ നമ്മൾ കുറയ്ക്കാനൊന്നും പാടില്ലല്ലോ. അപ്പോൾ ഓറഞ്ചൊക്കെ നന്നായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടേസ്റ്റ് കൂടും. നല്ല ഫ്രഷ് ഓറഞ്ച് ആകുമ്പോൾ ടേസ്റ്റ് കൂടുകയും ചെയ്യും. അപ്പോൾ റേറ്റ് നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ അളവൊക്കെ കുറയ്ക്കാം. പക്ഷേ ഞാനിത് കുറച്ച് അധികം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഒരു 5 കിലോ ഓറഞ്ച്, 5 കിലോ അല്ല 5 കപ്പ് ഓറഞ്ച്. കിലോ ഞാൻ എത്രയാണെന്ന് പറയാം കേട്ടോ. ഞാനിപ്പോൾ ഓറഞ്ച് അങ്ങനെ ഒന്നിച്ച് വാങ്ങി അതിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് എടുത്തപ്പോൾ എത്രയാണെന്ന് ഞാൻ നോക്കിയിട്ടൊന്ന് പറയാം. കിലോ കണക്ക് ഇപ്പോൾ പറഞ്ഞാലും കാര്യമൊന്നുമില്ല. ചില നേരത്ത് കിട്ടുന്ന ഓറഞ്ചിന് തീരെ എന്താ പറയുക, നീരുണ്ടാവില്ല. ഇപ്പം ഞാൻ വാങ്ങിയ ഒരു 6 കിലോ ഓറഞ്ചാണ്ടാണ് വാങ്ങിയത്. പിന്നെ അവർ കുറച്ച് കൂടുതൽ ഇടുമല്ലോ. അപ്പോൾ അതെടുത്തിട്ട് പിന്നെ കുറച്ച് പിഴിഞ്ഞ് ഇതിൽ തീരെ നീരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കണക്ക് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. എന്തായാലും ഒരു കപ്പ് കണക്ക് പറയുമ്പോൾ ഒരു 5 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ പരിച്ചിട്ടൊന്നുമില്ല. അത് കാരണം ഇതിൻ്റെ ഇങ്ങനെ അല്ലിയുടെ ഇതിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇനി തിളച്ച് വരട്ടെ. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളാം കേട്ടോ. ആ ജാമൊക്കെ ഒന്ന് ഇതിലൊന്ന് മിക്സ് ആവണം. നമുക്കൊന്ന് ഉടച്ചുടച്ച് കൊടുക്കാം. എന്നാലും ചെറുതായിട്ടൊക്കെ ഒരു ഇത് എടുക്കും. പിന്നെ അത് തിളച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും, കുഴപ്പമില്ല. നന്നായി ഒന്ന് തിളയ്ക്കണം കേട്ടോ. അപ്പോഴാണ് ഇതൊക്കെ ഈ ജാമൊക്കെ ഒന്ന് മെൽറ്റായി വരുള്ളൂ. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഒന്നും കൂടി പറയാം. 4 കപ്പ് പഞ്ചസാര, 5 കപ്പ്
ഫ്രഷ് ഓറഞ്ചിൻ്റെ ജ്യൂസ്, പിന്നെ 200 ഗ്രാമിൻ്റെയും പിന്നെ അതിൻ്റെ അപ്പം 300 ഗ്രാം ജാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജാം എടുക്കുമ്പോൾ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാം എടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിട്ടിട്ട് നന്നായി ഒന്ന് തിളച്ച് ഒരു നൂൽപ്പരുവത്തിൻ്റെ മുമ്പുള്ള സ്റ്റേജ് വരെ ഇത് തിളപ്പിക്കണം നമുക്കിത്. ഇതൊന്നും കൂടി അവിടെ കിടന്ന് തിളക്കട്ടെ. നമ്മുടെ തിളച്ചുണ്ട് ഇത്. ഇത്ര പോരാട്ടോ, നന്നായി ഫുൾ തീയിൽ തന്നെയാട്ടോ ഇട്ടിട്ടുള്ളത്. ഫുൾ തീയിൽ തന്നെ കിടന്ന് തിളച്ചോട്ടെ, സിമ്മാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. തിളച്ച് പോകുന്നു തോന്നുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫുൾ തീയിൽ തന്നെ കിടന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ 1 കിലോൻ്റെ കണക്കും കൂടി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും കൂടി എനിക്ക് കൺഫ്യൂഷനാവും. അതുകൊണ്ടാണ് ഞാൻ 1 കിലോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇത് ഇപ്പോൾ ആയിട്ടൊന്നുമില്ല. നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ഒരു നൂൽ പരുവം അറിയാമല്ലോ. അതുവരെ ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഫുൾ തീയിൽ തന്നെ കിടന്നോട്ടെ. നമ്മുടെ തിളച്ച് വന്നിട്ട് നന്നായി തിളച്ച്, ഇപ്പം നമ്മൾ ഓറഞ്ച് എടുക്കുമ്പോൾ തീരെ വെള്ളം ചേർക്കാണ്ടാവുമ്പോൾ പെട്ടെന്ന് ആയിക്കോളും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും കുറച്ച് നേരം തിളക്കേണ്ടി വരും കേട്ടോ. ഇനി ഇതൊന്നും ആയോ നോക്കാം നമുക്ക്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതായിട്ടില്ല, ഒന്നും കൂടി കുറച്ച് നേരം കൂടി ഒന്ന് ആവണം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് തിളക്കട്ടെ. നമ്മളിങ്ങനെ എടുത്തിട്ട് കയ്യിലിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഒട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് എന്താ പറയുക, ഒരു നൂൽ പരുവാവരുത് കേട്ടോ. ഒരു നൂൽ പരുവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നട്ട്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആവും. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ ഒരു സ്റ്റേജ് വേണം. അപ്പം ഞാനൊന്ന് തിളച്ച് ഇങ്ങനെ പൊന്തി വന്നപ്പോൾ ഞാനൊന്ന് സിം ചെയ്തതാണ്. അപ്പം ഒന്ന് കുറച്ചും കൂടി ഒന്ന് ആയാൽ മതി കേട്ടോ. ഇപ്പം നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ കണ്ട ഈ ഒരു സ്റ്റേജ്, ഒരു നൂല് വരുന്നില്ല, നൂലിങ്ങനെ വിട്ടു പോണ പരുവുണ്ടല്ലോ. ഒരു നൂൽ പരുവെന്ന് പറഞ്ഞാൽ ആ നൂല് നമ്മുടെ വിരലിൽ നിന്ന് വിട്ടു പോയില്ല. ഇതാകുമ്പോൾ ഇങ്ങനെ വിട്ടു പോരണ ഈ ഒരു സ്റ്റേജിൽ വേണം നമുക്കിത് ഇതിലേക്ക് ഇനി നട്ട്സുകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നട്ട്സുകളൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. തീയൊന്ന് ഞാൻ ഗ്യാസൊന്ന് സിം ചെയ്തിട്ടുണ്ട്. ആദ്യം ഞാനിതിൽ ഉണക്കമുന്തിരി കിസ്മിസാണ് ഇട്ട് കൊടുക്കണേ. അതും 4 കപ്പ് തന്നെയാണ് കേട്ടോ. എല്ലാതും 4 കപ്പ് വെച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കും. പിന്നെ ഈ സമയത്ത് ഇനി തീ സിമ്മിലാക്കുക കേട്ടോ. അത് മറക്കരുത്, തീ ഫുള്ളിലിടുകയും ചെയ്യരുത്. ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് വറ്റും, മീൻസ് പെട്ടെന്ന് അത് ഡ്രൈ ആവും. അപ്പോൾ അത് ആദ്യം ഇതിട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഏതൊക്കെ നട്ട്സ് എന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. അപ്പോൾ ഞാനിതിൽ ആദ്യം ഉണക്കമുന്തിരി ഇട്ട്, പിന്നെ ഇതിൽ ഈത്തപ്പഴം കുരിയൊക്കെ കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അതും ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. അതും 4 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നട്ട്സ് എല്ലാം ഞാൻ 4 കപ്പ് വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ഇതിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് വെള്ളം കൂടിയെന്നൊക്കെ തോന്നും, പക്ഷേ ഇല്ല, ഇത് ഇതിൽ കിടന്ന് സോക്കാവാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. കുരു കളഞ്ഞ് നന്നായി പീസാക്കിയ നമ്മുടെ ഈത്തപ്പഴമാണ്, ഡേറ്റ്സും. അപ്പോൾ അത് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് വിടിച്ച് ഇങ്ങനെ ഒന്ന് കട്ട കൂടൂല അത്. അപ്പോൾ അതൊന്ന് വിടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ എന്താ പറയുക, ടൂട്ടി ഫ്രൂട്ടി ഞാനിങ്ങനെ കളർ ഒന്നിച്ച് വാങ്ങിയതാണ്. അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഇളക്കാൻ എളുപ്പത്തിനാണ് ഞാൻ വലിയ പാത്രം എടുത്തത്. അപ്പോൾ നമുക്ക് ഇളക്കാൻ നല്ല സുഖമാണ്. ഇതിലാവുമ്പോൾ വലിയ പാത്രത്തിലാവുമ്പോൾ സോക്കായി അതിൽ കിടക്കും ചെയ്യും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അത് ഇത് ഇട്ട് കൊടുത്ത് നമ്മുടെ ടൂട്ടി ഫ്രൂട്ടി ഞാൻ 3 കളറായിട്ട് മിക്സ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതും ഇപ്പോൾ എല്ലാ അതിപ്പോൾ 4 കപ്പൊന്നും. പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ട നമ്മൾ വെള്ളം കൂടിയെന്ന് തോന്നും നമുക്ക്, പക്ഷേ അത് കറക്റ്റായിരുന്നു. പിന്നെ തീയെ കൂട്ടേ ചെയ്യരുത് കേട്ടോ. കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴല്ല ഇത് സോക്ക് ചെയ്ത് ഞാനിതിപ്പോൾ കുറച്ച് മുമ്പാണ് കേക്ക്, ഇപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതൊന്ന് സോക്കാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി വെക്കുന്നത്. ഇത് കുറച്ച് നാൾ ഇരുന്നിട്ട് ഉണ്ടാക്കുകയാണ് ടേസ്റ്റ് വരിക. നമ്മളിപ്പോൾ മറ്റേ വൈന അങ്ങനത്തെ സാധനങ്ങളൊന്നും മിക്സ് ചെയ്യാണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഓറഞ്ച് ജ്യൂസിലാണ്, പഞ്ചസാരയും ചെറുനാരങ്ങയും ഓറഞ്ച് ജ്യൂസിലാണ് ഇത് സോക്ക് ചെയ്യണത്. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിതിലിവിടെ ഗരം മസാല, അപ്പോൾ 8 ടീസ്പൂണാണ് ഗരം മസാല. ഇത് പട്ട, ഗ്രാമ്പു, പിന്നെ നമ്മുടെ ഏലക്കായ, ജാതിപത്രി, ഇതുണ്ടല്ലോ അതാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ കൂടിയിട്ടൊരു 8 ടീസ്പൂണാണ് കേട്ടോ. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
പിന്നെ ചുക്കുപൊടി, നമ്മുടെ ചുക്കിൻ്റെ പൊടി ഉണ്ടല്ലോ, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതും 8 ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല കേട്ടോ. അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യണം. അത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. മസാലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കട്ടെ കേട്ടോ. നന്നായി ഇളക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് പിന്നെ എന്താ പറയുക, നമ്മുടെ ഇതുണ്ട് ആൽമണ്ട്, പേരെപ്പോഴും മറക്കും, അതിൻ്റെ ബദാം ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ഏതൊക്കെയാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആഡ് ചെയ്യാം. അപ്പം ഞാനിതൊക്കെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായി ഇളക്കണം. എല്ലാ ഭാഗത്തേക്കും നമ്മുടെ സിറപ്പും ഒക്കെ മിക്സ് ആവണം. ഈ അണ്ടിപ്പരിപ്പും സകല സാധനവും നന്നായി മിക്സ് ആവണം കേട്ടോ. നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. ഞാൻ ചൂടാറിയതിന് ശേഷം മാത്രമാണ് വേറെ പാത്രത്തിലേക്ക് മാറ്റണുള്ളൂ. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഇത് ഓറഞ്ച് സെസ്റ്റ് എന്ന് പറയും ഞാനിത് വാങ്ങിയതാട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്യണമെങ്കിൽ നമ്മൾ ഓറഞ്ച് വാങ്ങുമ്പോൾ അതിൻ്റെ തൊലി എടുത്താലും മതി. ഇപ്പം ഞാൻ കുറച്ചധികം ചെയ്യണ കാരണം ഇങ്ങനെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. തൊലി പഞ്ചസാരയിൽ വിളയിച്ചതാണ്, അതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ തൊലി എടുക്കാം. കുറേയൊക്കെ ആകുമ്പോൾ നമുക്കത് തൊലി എടുക്കാൻ എളുപ്പമല്ല. പിന്നെ കഴുകി ഇട്ടൊക്കെ വേണം നമ്മളെ തൊലി എടുക്കാൻ. അല്ലാണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങി അങ്ങനെ തന്നെ തൊലി എടുക്കാൻ പറ്റില്ലല്ലോ. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം തൊലിയൊക്കെ എടുക്കുക ഓറഞ്ചിൻ്റെ. അപ്പോൾ പിന്നെ ഞാൻ ഇതിപ്പോൾ നട്ട്സൊക്കെ വാങ്ങണ ഷോപ്പിൽ ഇതും ഉണ്ടായിരുന്നു, അപ്പോൾ അത് വാങ്ങിയതാണ്. അത് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഗ്യാസ് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിങ്ങനെ അടച്ച് ചൂടാറണ വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി ചൂടാറിയിട്ട് വേണം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കേടൊന്നും ആവില്ല. നമ്മളെല്ലാം നന്നായി വേവിച്ചതുമാണ്. അപ്പോൾ ഒന്നും കേടാവണ സാധനങ്ങളില്ല. ഇത് എന്തോരം നാൾ വേണമെങ്കിൽ ഇരിക്കും. പിന്നെ ഇതിൽ വേറെ എന്താ പറയുക, വൈന ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇത് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ മിക്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. കേക്കൊക്കെ എന്താ പറയുക, ക്രിസ്മസൊക്കെയാണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു കേക്കൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇതൊരു ഉപകാരമാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാമെന്ന് വെച്ചാൽ. എന്തായാലും കേക്ക് ഞാനിപ്പോൾ ഉണ്ടാക്കണില്ല. കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യാം. അത് അപ്പോൾ ഡിസംബർ കുറച്ചൊക്കെ ആകുമ്പോഴാണ് ഞാൻ ചെയ്ത രീതി അതിൽ ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ റെഡി ആയിട്ട് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു, അടച്ച് കുറച്ച് നേരം ഞാൻ തുറന്ന് തന്നെ വെക്കുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം മാത്രം അടച്ച് വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ അടയ്ക്കുന്ന പാത്രത്തിൽ ഇതിൻ്റെ ഈർപ്പം വരും. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളമാവാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്.